അമേസ് ആൻഡ് അമ്യൂസ് ഈ രണ്ട് വാക്കുകളും നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ കൺഫ്യൂഷൻ തോന്നുന്ന രണ്ട് സെറ്റ്സ് ഓഫ് വേർഡ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് ഈസ് അമേസ് ആൻഡ് അമ്യൂസ്. Amaze is when you feel extremely surprised. It's like saying, wow, that's incredible. നമ്മൾ ആരെങ്കിലും സർപ്രൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുമ്പോഴോ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അമേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ മാജിക് ട്രിക്സ് അമേസ്ഡ് ദ ഓഡിയൻസ്. Now, when it comes to amuse, it is like to entertain or provide enjoyment. For example, it's like saying, that was really fun. ഒരാളെ ചിരിപ്പിക്കുകയോ അല്ലെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അമ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ജോക്സ് ഫ്രം ദ കൊമേഡിയൻ അമ്യൂസ്ഡ് ദ ഓഡിയൻസ്. Now let's move on to the second set of words, applause and applaud. Applause is a sound made by clapping your hands together repeatedly. മലയാളത്തിൽ നമ്മൾ കയ്യടി, കരഘോഷം എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്. For example, the play got lots of applause. Now, when it comes to applaud, it is the action of clapping your hands together to show that you loved a performance or an event. മലയാളത്തിൽ നമ്മൾ കൈയടിക്കുക അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അപ്ലോഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ദ ഓഡിയൻസ് അപ്ലോഡഡ് ദ സിംഗർ ഫോർ ഹർ അമേസിംഗ് പെർഫോമൻസ്. സോ ഇതോടുകൂടി നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. English House. English at your fingertips.